സോ ഗൈസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളേ. വാവ്, 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നോക്കി സണ്ണ അവിടെ എത്തി. നമ്മുടെ മുത്തൂടെ കിടപ്പുണ്ട്. അപ്പോൾ വെൽക്കം ടു എ ന്യൂ ഡേ. ഇന്ന് കീത്തുണി ഷിഫ്റ്റ് ഉണ്ട്. 6:30 ആയിട്ടുള്ളൂ. നോർമലി എന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത് 7 മണിക്കാണ്. ഇന്ന് അതായത് നേരത്തെ ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്ത് വേഗം എത്തി. വീടെത്തുമ്പോഴേക്കും അവൾക്ക് ഓറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിക്കണം. നമ്മളങ്ങനെ ഫ്ലാറ്റിലെത്തി. സമയം എന്തേ 6:53. കീത്തിന് 7 മണിക്ക് കയറണം. അപ്പോൾ ഇവിടുന്ന് ഒരു 55 ആകുമ്പോഴേക്കും ഇറങ്ങണം. സോ 1 മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. ഇവിടെ ഞാൻ കയറുന്നു, കീത്ത് ഇറങ്ങുന്നു. സോ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂം. കീത്തു ആദ്യം ഇവിടെ നല്ല ഉറക്കം കേട്ടാ. എവിടെ എണീറ്റിടക്ക് കേട്ടാ. എന്താ കീത്ത് റെഡി ആവുന്നുണ്ട്. എന്താ വേണ്ടേ? പോരാട്ടാ, ഇപ്പൊ വരാം. തരാം. ബ്രേക്ക്ഫാസ്റ്റ് എന്താ പിന്നെ കൊടുത്താ പോരെ? അടിച്ചിട്ടില്ല. ഇപ്പൊ പൊടിയൊക്കെ ഇവിടെ ഉണ്ട്. നീ വിളിച്ചാ മതി. പൊടിയൊക്കെ ഇവിടെ ഉണ്ട്, വെള്ളം ഇവിടെ ഉണ്ട്. ചൂടുവെള്ളം ആയിട്ടുള്ള ഇതെവിടെ പിന്നെയും പോണേ? പ്രയർ ടൈമാണ്. ബൈ ബൈ. അമ്മ പോയി. ഇന്നലെ വന്നിട്ട് ഉറങ്ങിയാ മോൻ. ഞാൻ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സിലേക്ക് വരട്ടെ. ഇന്നലെ എങ്ങനെ ഉണ്ടായി കേക്കട്ടെ? ഉറങ്ങിയാ നന്നായിട്ട് ഉറങ്ങിയാ മോൻ? ഡൈപ്പർ ഫുള്ളാണല്ലോ. അപ്പം ഇനി ഡൈപ്പർ മാറ്റട്ടെ. നമ്മളങ്ങനെ ഡൈപ്പറൊക്കെ മാറ്റി ഉഷാറായിട്ട് വന്ന് കുറച്ച് നേരം കിടന്നിട്ട് വന്നിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഇവിടെ. കീത്തു സ്റ്റൗവിൽ കൊച്ചിൻ്റെ ബോട്ടിലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ചൂടാക്കാനായിട്ട്. അത് അതേപോലെ ഇരുന്ന് കത്തി സാധനം അവിടെ ഇരുന്ന്. ഇവിടെ ഫുള്ള് പുകയായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യം റൂമിൽ തന്നെ ഇരിക്കായിരുന്നു പുകയ്ക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 2 ബോട്ടിലിൻ്റെ ക്യാപ്പ് പോയി, ഇതിൻ്റെ സ്പൂൺ പോയി, അതായത് ഫീഡിങ് സ്പൂണ് പോയി. പിന്നെ അവൻ്റെ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സാധനം പോയി. അങ്ങനെ ഒരുപാട് സാധനം ഞങ്ങൾ പോയിരുന്നു കാലത്ത് തന്നെ അല്ല ആദ്യം. അപ്പോൾ നമ്മൾ പഴയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. മുമ്പ് എപ്പോഴോ എന്തോ ഗിഫ്റ്റ് കിട്ടിയാണ് നമുക്ക്. അപ്പം അത് ആണെന്ന് അതിനെ ഫീഡ് ചെയ്യിക്കാണ് എടുക്കണേ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിന് പോയത് പോയി. ഇനിയിപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യണം, നാളെ വരും. സീനൊന്നുമില്ല. തുടങ്ങാം ആദ്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാലത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആദ്യം തന്നെ വന്നിട്ട് സോളിഡ്സ് കൊടുക്കൂല. ആദ്യം നമ്മൾ കുറച്ച് ഫോർമുല കുടിക്കും. റെഡി 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 റെഡി. വിശക്കണ്ട് ആൾക്ക് വിശക്കണ്ട്. പാല് പോലും ഫുള്ള് കുടിച്ചിട്ടില്ല. പക്ഷെ ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. പാല് കുടിക്കുമ്പോൾ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ സോളിഡ് ഫുഡ്സ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇവൻ നല്ല കരച്ചിലായിരിക്കും, കഴിക്കുമില്ല. അപ്പോൾ നമുക്ക് ഇവൻ കുറച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ കൊടുക്കാം. ആദ്യം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അവന്. അപ്പോൾ നമുക്കിനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യണം. സോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്നു. ബേക്കൺ ഇരിപ്പുണ്ട്, അതെടുക്കുക. 2 ഓംലേറ്റ് അടിക്കുക. ഓംലേറ്റ് അല്ല, ബുൾസൈ അടിക്കുക. ഒരു സ്മൂത്തിങ് അടിച്ച് കഴിഞ്ഞാൽ സെറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. 4 ബേക്കൺ, 2 ബുൾസൈ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനിങ്ങനെ യോക്ക് ഇങ്ങനെ മിക്സ് ചെയ്യും. എനിക്കിങ്ങനെ ഇതായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഒരു ബ്ലൂബെറി സ്മൂത്തി. സോ ദാറ്റ്സ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇവരെല്ലാം
അത്യാവശ്യം ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അതിലൊപ്പം പോയി കിടക്കും. നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് രാഗിയുടെ ആ പൗഡറും പിന്നെ പിയറും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ള പ്യൂരിയാണ്. ഈ മിക്സി കൊച്ചിന് വേണ്ടി സെപ്പറേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ, സ്പൈസസ് ഒക്കെ പൊടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതായിട്ട് മിക്സ് ആവും. അതുകൊണ്ട് കൊച്ചിന് സെപ്പറേറ്റ് ഒരു മിക്സി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് നോക്കിയിട്ടുണ്ട് ഓർഡർ ചെയ്യാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് അവിടെ തുടങ്ങാം. ഇനി ഞങ്ങൾ അംഗം തുടങ്ങാൻ വേണം. ഇപ്പം തുടങ്ങും കരച്ചിൽ. പൊന്നോ. ആ ആ അങ്ങനെ അങ്ങനെ സ്പീഡിൽ പയ്യ മതി. സോറി, സ്പീഡിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. കൈ എടുത്ത് മുകളിൽ വെച്ചേ, കിടക്കണത് അങ്ങോട്ട് ഇവിടെ ചാരി വെച്ചേ. ആ എടുത്ത് കൈ പിടിച്ചേ. നമ്മളത് കുടിക്കട്ടെ, കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇരിക്കണം. നോക്കി കുറേ ടൈം എടുത്തിട്ടാണെങ്കിൽ ഞങ്ങൾ കഴിച്ച് തീർത്ത് ഞങ്ങൾ മുഖം ഇരിക്കണം. നോക്കി കരച്ചിൽ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, കൊടുക്കും, പിന്നെയും കരയും, പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഫുള്ള് തീർത്തു. അതിൽ കുറച്ച് തിളപ്പിച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതും കൊടുത്തു. തൃപ്തിയായി. ഇനി എന്തെങ്കിലും ഫോർമുല വേണോ മോനെ? വേറെ ഉണ്ട്. ഓക്കെ ആണല്ലോ, നമുക്ക് മോൻ കഴിയിട്ട് വരാം. വാ, ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് കളിച്ചോ. ഓക്കെ അല്ലേ? ആ ഉഷാറായി. അങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം, ഇത് കഴുകി വെക്കണം. ഞങ്ങളുടെ പ്ലേ ടൈമാണ്. കുറച്ച് നേരം അതിൽ കിടത്തി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകും. ഇതിൽ മാത്രം കിടക്കൂല. ഓഫ് ഓ വാ എനിക്ക് ആ ഗുഡ് ബോയ്. ഇങ്ങനെ നിൽക്കോ നീ? ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ നിർത്തുന്നത്. ഹീസ് ഗ്രോയിങ്. അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ പോയി കിടന്ന്. എന്നിട്ട് ഞങ്ങൾ അതേ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ലഞ്ച് കഴിക്കട്ടെ. ലഞ്ചിന് ബീൻസ് വളുത്തുണ്ട്, ചിക്കൻ ടിക്ക എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ കീത്തുൻ്റെ ഒരു സ്പെഷ്യൽ ഒരു പൈനാപ്പിൾ അച്ചാറുണ്ട്. ഇത് ഇന്നലെ കീത്ത് വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചിട്ട് കുറേ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊണ്ട് തന്നാണ് ഇന്നലെ വൈകിട്ട്. ലഞ്ച് കഴിക്കട്ടെ. ലഞ്ച് ടൈമാണ്. ആദ്യട ലഞ്ചിന് ഒരു എഗ്ഗിൻ്റെ യോക്ക് എടുത്തിട്ടുണ്ട്. അതൊക്കെ റെഡി ആക്കട്ടെ. ഇതാണിപ്പോൾ മുട്ട കൊടുത്തു കഴിഞ്ഞിട്ടിപ്പോൾ ഉള്ള കോലം. ഇതാണ് കോലാദ്യട. കുറച്ച് പാലടി ബാക്കിയുണ്ട്. ഇതാണ് കോലം. ഇപ്പം തന്നെ കീത്ത് വരും. ഞങ്ങൾ ഫോർമുല തീരാറായിരിക്കുക. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് എനിക്ക് പോകണം. അപ്പോൾ കീത്തു ഇപ്പോൾ തന്നെ വരുമ്പോൾ അവൾ ക്ലീൻ ചെയ്യും. അപ്പോഴേക്കും ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് വരും. കീത്തിന് ആകെ 20 മിനിറ്റ് ബ്രേക്ക് ഉള്ളൂ. ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് തന്നെ ഇപ്പോൾ വരും അമ്മ. ഇപ്പോൾ വരും. എൻ്റെ മോൻ എത്ര നേരമെന്ന് അറിയോ? 40 മിനിറ്റായി ഇത് പിടിച്ചിരിക്കുന്നു ഞാൻ. കഴിഞ്ഞെന്തായാലും സമയം പോണ അറിയുന്നില്ല കേട്ടോ. യെസ് ചീസിയ സമയമില്ല. നല്ല പണിയുണ്ട് ഗീത്തുനും. കത്തിച്ച് വെച്ചിട്ടേ പോയൊക്കെയാണ്. ഇവന് റെഡി ആക്ക്. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. സമയമുണ്ട് റെഡിയാക്കാൻ. അതിലെന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയാം കരിച്ചളഞ്ഞത്. അത് നോക്കിയാണ് ഇവിടെ ആദ്യേ നോക്കിയാണ് ഇവിടെ ഈ സമയത്ത് ഇവിടെ വന്ന് മമ്മി. ഇനി അമ്മയും മോനും കൂടി കുറച്ചേരം ഇരിക്കി. നമ്മൾ സൈക്കിളിലാണ് പോണേ. സൈക്കിളല്ല, ബൈക്കിനാണ് പോണേ. ഓ സ്കൈ നോക്കി. യുക്കിൽ സ്കൈ ഇടയ്ക്ക് നല്ല അടിപൊളി ആയിരിക്കും, കാണാൻ നല്ല ലുക്കായിരിക്കും. നമ്മൾ ഇന്ന് ഇതിലാണ്ടോ പോണേ. ഓക്കെ കേട്ടോ, ഇത് പൊളി സാധനം. നമ്മുടെ റൂംമേറ്റിൻ്റെ ഇതിങ്ങനെ പിടിക്കാം.
നമ്മൾ ടെസ്കോന്നാണ് വാങ്ങിച്ചത്. 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്തൊന്നും വാങ്ങിക്കണ്ട. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താം. ഇതാണ് ടൗൺ സെൻറ്റർ, ബെഡ്ഫോർഡ് ടൗൺ സെൻറ്റർ. ഞാൻ പോകുമ്പോഴൊരു സീനറി ഉണ്ട്. ഇതിൻ്റെ അപ്പുറം അതിലാണ് നമ്മൾ പോകേണ്ടത്. എന്നിട്ട് ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെ തന്നെയാണ് ഇൻ്റർചേഞ്ച് വരുന്നത്. ഇവിടെ ഉണ്ടോ? ഇതാണ് ഇൻ്റർചേഞ്ച്. ഇത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഞാൻ നിർത്തിയാ ആദ്യത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റാ ട്രിപ്പ് ഉണ്ട്. ഇനി അമ്മ വന്നിട്ടുള്ളൂ ഫുഡ്. ഇനി നമുക്ക് ഒന്നുകൂടി കുറച്ച് പാൽ കുടിക്കാം. അത് ഞാൻ കൊടുക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബൈ അമ്മോട്ടെ. ഓ സന്തോഷം. ബാ നമുക്കിന് കുറച്ച് ഹാളിൽ പോയിരിക്കാം. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് കിടക്കാനായിട്ട്. എല്ലാം സെറ്റാക്കി. അപ്പോഴേക്കും ആദ്യം നല്ല ഉറക്കമായി. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന എടുത്തിട്ട് ബെഡിലേക്ക് കിടത്തണം. അലക്സ സ്റ്റോപ്പ്. സമയം ഇപ്പോൾ 9:54. എനിക്ക് ഷിഫ്റ്റിനോ ടൈമായി. അതിനിടയ്ക്ക് കീത്ത് വന്ന് ആദ്യം ഉറക്കമായി. കീത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീത്ത് അതിനോട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതാണ്, ഓട്സാണ്. എവിടെ ഓട്സ് അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അല്ലേ ഗീതു? ബൈ ബൈ.